നമസ്കാരം. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെ ഒന്ന് ഭയപ്പെടാൻ തുടങ്ങിയത്. അതുവരെ കോൺഗ്രസിന്റെ ഭരണത്തിൽ ഇന്ത്യക്കെതിരെ ഏത് തരത്തിലുള്ള ആക്രമണം അഴിച്ചുവിട്ടാലും അത് കോൺഗ്രസ് കണ്ടില്ല എന്ന് നടിക്കും. കാരണം ചൈനയ്ക്കും പാകിസ്ഥാനും അതൊരു നല്ലൊരു അവസരമായിരുന്നു ഇന്ത്യക്കെതിരെ തീവ്രവാദികളെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് കയറ്റിവിടാൻ. പക്ഷേ BJP സർക്കാർ അധികാരത്തിലെത്തിയതോടുകൂടിയാണ് പാകിസ്ഥാന്റെ സകല കളികൾക്കുമേൽ ഇന്ത്യ ഒരു നിയന്ത്രണം വന്നു. പാകിസ്ഥാൻ അന്നമൂട്ടി വളർത്തുന്ന ഭീകരവാദികൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് എത്തിയാൽ അതിൽ ഒരു ദാക്ഷിണ്യവും അല്ലെങ്കിൽ അതിൽ ഒരു ദയയും കാണിക്കേണ്ട എന്നും ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ ഇന്ത്യൻ പട്ടാളക്കാർക്ക് നരേന്ദ്രമോദി സർക്കാർ പൂർണ്ണ അധികാരം നൽകി. അതിനുശേഷമാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണത്തിന് ഒരു കുറവ് വന്നത്. കാരണം രാജ്യത്തിനെതിരെ ആക്രമണം നടത്തുന്ന ഭീകരവാദികൾക്കെതിരെ ഒരു ദയം നൽകേണ്ട കാര്യമില്ല. അതാണ് മോദിയുടെ കർശനമായ തീരുമാനം. കൂടാതെ മെയ്ഡ് ഇൻ ഇന്ത്യയിൽ ഉൾപ്പെടുത്തി അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കുകയും ഉൾപ്പെടെ ബഡ്ജറ്റിൽ പ്രതിരോധ വകുപ്പിന് വലിയ തുക തന്നെ ധനമന്ത്രി ഉൾപ്പെടെ നീക്കിവെക്കുകയും ചെയ്യുന്നത് ഇന്ത്യ പ്രതിരോധ മേഖലയിൽ ഉന്നതിയിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ വളർച്ചയിലേക്ക് എത്തുന്നു എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ്. കൂടാതെ മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാം ബജറ്റ് അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കാർഷിക, അതുപോലെ തന്നെ ധനകാര്യം, ഊർജം, വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലയിൽ കിട്ടിയ പങ്കിനെ കുറിച്ചുള്ള സംവാദങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്നാൽ അധികമാരും ശ്രദ്ധിക്കാത്ത, എന്നാൽ എല്ലാ ബഡ്ജറ്റിലും കൃത്യമായി തന്നെ അതിലൊരു വീഴ്ചയും കൂടാതെ വലിയൊരു തുക തന്നെ നീക്കിവെക്കുന്ന ഒരു മേഖലയാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖല. മാറിയ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് വിഷയങ്ങളും പ്രതിരോധ മേഖലയിൽ നീക്കിവെക്കുന്ന തുകയിൽ കലാതീതമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ ബഡ്ജറ്റുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. കണക്കെടുത്താൽ ചെറു രാജ്യങ്ങളുടെ GDPയോളം വരും ഇത്തവണയും മോദി സർക്കാർ പ്രതിരോധ മേഖലയ്ക്ക് പണം അനുവദിക്കുന്നതിൽ. അതിൽ ഒട്ടും പിശക് കാട്ടിയിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിൽ ഒരു തരത്തിലുമുള്ള കുറവും പ്രതിരോധ മേഖലയ്ക്ക് മോദി സർക്കാർ വരുത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 2025-26 സാമ്പത്തിക വർഷത്തിലേക്കുള്ള കേന്ദ്ര ബഡ്ജറ്റിൽ പ്രതിരോധ മേഖലയ്ക്കായി ഇന്ന് മാറ്റിവെച്ചത് 6.8 ലക്ഷം കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. മുൻ വർഷങ്ങളിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ബഡ്ജറ്റിൽ ഈ ഇനത്തിൽ കാര്യമായ വർധന തന്നെയാണ് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ആകെ നീക്കിവച്ച തുകയിൽ സൈന്യത്തിന്റെ നവീകരണത്തിന് വേണ്ടിയുള്ള 1.8 ലക്ഷം കോടി രൂപയും ഉൾപ്പെടുന്നുണ്ട്. എങ്കിലും ധനമന്ത്രി തന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്രതിരോധ വിഹിതം എത്രയെന്ന കാര്യം വ്യക്തമായി പറയുന്നില്ല. വർദ്ധിച്ചു വരുന്ന ആഗോള സംഘടനകളും അതോടൊപ്പം തന്നെ അതിർത്തിയിലെ ഏറ്റുമുട്ടലുകളും സർക്കാരിനെ അവരുടെ പ്രതിരോധ ബഡ്ജറ്റ് വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. പ്രാഥമികമായി നൂതന ഉപകരണങ്ങൾ നേടുന്നതിനും അതോടൊപ്പം തന്നെ അപ്രതീക്ഷിത വെല്ലുവിളികളോട് ഫലപ്രദമായി പ്രതികരിക്കുന്നതിന് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനുമാണ് ഫണ്ടുകൾ നീക്കിവെക്കുന്നത്. ഇന്ത്യയുടെ ഈ 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ അതായത് GDPയുടെ 1.9% സർക്കാരിന്റെ ബഡ്ജറ്റിന്റെ 13.45% പ്രതിരോധത്തിനാണ് വകയിരുത്തിയിരിക്കുന്നത്. ഇത് മേഖലയിലെ പ്രധാന എതിരാളികളായ അതായത് ഇന്ത്യയുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനെയും അതോടൊപ്പം തന്നെ ചൈന എന്നിവരിൽ നിന്നുള്ള വെല്ലുവിളികൾ നേടാൻ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. നിലവിൽ പാകിസ്ഥാന്റെ പ്രതിരോധ ബഡ്ജറ്റ് 65,000 കോടി രൂപയ്ക്ക് മേലെയാണ് എന്നാണ് കണക്കാക്കുന്നത്. ഇത് ഇന്ത്യയുടെ പ്രതിരോധ ബഡ്ജറ്റിനേക്കാൾ വളരെ താഴെയാണ്. എന്തായാലും ഈ ബഡ്ജറ്റോടുകൂടി ഇന്ന് നിർമ്മല സീതാരാമന്റെ ഈ ബഡ്ജറ്റോടുകൂടി മൂന്നാം മോദി സർക്കാരിന്റെ ബഡ്ജറ്റോടുകൂടി ചൈനയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും നല്ലപോലെ ഭയന്നിട്ടുണ്ടാകും. കാരണം ചൈനയ്ക്കുള്ളത് ഈ പ്രതിരോധ ഡിഫൻസിന്റെ ആയുധങ്ങൾക്ക് വേണ്ടിയുള്ള തുക മാറ്റിവെക്കുന്നതിനപ്പുറം ചൈനയ്ക്കുള്ള ഒരു കൊട്ടും കൂടെ നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ നിർമ്മല സീതാരാമൻ കൊടുത്തിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.